ലോകത്തിൽ യുദ്ധത്തിൻ്റെ മുറിവുകൾ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ സന്ദേശം ലോകത്തിന് പകർന്നു നൽകുന്ന അപൂർവൻ രാജ്യമായ ബോസ്നിയ. ലോകത്തിൽ ഒരു പാലം തന്നെ ചരിത്രം മാറ്റിമറിച്ച കഥയുടെ സാക്ഷിയായി ഇന്നും നിലകൊള്ളുന്ന നാട് ബോസ്നിയ. എൻ്റെ ബാൽക്കൺ യാത്രയുടെ ഏറ്റവും ഹൃദയസ്പർശിയായ അധ്യായങ്ങളിലൊന്നായ എപ്പിസോഡ് 11 എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴയിൽ നിന്നും. എൻ്റെ ബാൽക്കൺ യാത്രയുടെ എപ്പിസോഡ് 11. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ച ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കേബിൾ കാറിൻ്റെ സ്റ്റേഷനിലെത്തിയ ഞങ്ങൾ സാവധാനം പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ മുന്നിൽ കണ്ട കാഴ്ച കണ്ട് ഒരു നിമിഷം സംസാരിക്കാൻ പോലും ഞാൻ മറന്നുപോയി. എവിടെ നോക്കിയാലും വിനോദസഞ്ചാരികളുടെ തിരക്ക്. ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നുള്ള ആളുകൾ, പല ഭാഷകൾ, പല സംസ്കാരങ്ങൾ. പക്ഷേ എല്ലാവരുടെയും കണ്ണിൽ ഒരേ അത്ഭുതം. താഴേക്കൊന്ന് നോക്കിയപ്പോൾ അയ്യോ, ഈ കാഴ്ച കണ്ടിട്ട് എൻ്റെ ക്യാമറ പോലും ഒരു നിമിഷം ചിന്തിച്ചിരിക്കണം. ഇത്രയും സൗന്ദര്യം മുഴുവൻ എന്നെക്കൊണ്ട് ഒറ്റ ഫ്രെയിമിൽ പിടിപ്പിക്കാനാണോ നിങ്ങൾ ശ്രമിക്കാൻ പോകുന്നത്? കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ തോന്നി, ഇവിടെ ഇന്നൊരു സെൽഫി എടുക്കണമെങ്കിൽ ആദ്യം ധൈര്യത്തിനൊരു സെൽഫി എടുക്കണം. അത്രയ്ക്ക് ഉയരമാണ് കാണുന്നത്. കേബിൾ കാർ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഷട്ടിൽ വാഹനങ്ങളിലും സുഖമായി മുകളിലെത്താം. പ്രായമായവർക്കും കുടുംബത്തോടൊപ്പം എത്തുന്നവർക്കും ഇത് വളരെ സൗകര്യപ്രദമായ ഒരു സംവിധാനമാണ്. കണ്ണെത്താ ദൂരത്തോളം നീലക്കടൽ, ചുവന്ന മേൽക്കൂരകളുള്ള വീടുകൾ, പുരാതന നഗരത്തിൻ്റെ മനോഹര രൂപം, ഇതെല്ലാം ഒറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ തീർച്ചയായും നമുക്ക് തോന്നും ദൈവം വളരെ സമയമെടുത്ത് വരച്ച ഒരു ചിത്രമാണ് ഇതെന്ന്. കയറ്റം കയറി ഞങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ എത്രയും വേഗം മുകളിലെത്തുമെന്നായിരുന്നു ചിന്ത. ഇപ്പോൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് പതുക്കെ പോകാമായിരുന്നില്ലേ എന്നാണ് മനസ്സ് പറയുന്നത്. ഇത്ര മനോഹരമായ കാഴ്ചകളോട് വിട പറയാൻ ആർക്കാണ് ഇത്ര എളുപ്പവും ധൃതിയും? എങ്കിലും യാത്ര തുടരേണ്ടതല്ലേ. അതുകൊണ്ട് കേബിൾ കാറിനൊപ്പം ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണിപ്പോൾ. ഉച്ചഭക്ഷണത്തിനായി ഞങ്ങളൊരു പ്രാദേശിക ഹോട്ടലിൽ കയറി. ആദ്യം എൻ്റെ ശ്രദ്ധ മുഴുവൻ ഭക്ഷണത്തിലായിരുന്നു. വിശപ്പുണ്ടെങ്കിൽ പഞ്ചനക്ഷത്ര ഹോട്ടലായാലും സാധാരണ ഹോട്ടലായാലും എല്ലാം ഒരുപോലെ തന്നെയാണല്ലോ. ഭക്ഷണം കഴിഞ്ഞ് ഹോട്ടലിൻ്റെ അങ്കണത്തിലേക്കൊന്ന് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ കണ്ണുകൾ ഈ അത്ഭുതത്തിൽ പതിഞ്ഞത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് ഒരു സാധാരണ മുന്തിരിവള്ളിയല്ല. ഏകദേശം 46 വർഷം പഴക്കമുള്ള ഒരു മുന്തിരിവള്ളി. മുകളിലേക്ക് പടർന്ന് പന്തലിച്ച് 100 കണക്കിന് മുന്തിരിക്കുലയുമായി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. ഒരു പച്ചക്കുട പോലെ തണൽ പിരിച്ച് പ്രകൃതി സ്വന്തം കൈകൊണ്ട് ഒരുക്കിയ ഒരു ഡിസൈൻ ഹാൾ പോലെ തോന്നി. നമ്മുടെ നാട്ടിലൊരു മുന്തിരിക്കുല കിട്ടിയാൽ ആദ്യം നോക്കുന്ന വിലയാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വെച്ച് പിടിച്ചു. കാരണം ബസ് അവിടെ മാത്രമേ വരികയുള്ളൂ. പക്ഷേ നമ്മുടെ ബസ് ഞങ്ങളെക്കാൾ ബുദ്ധിമാനായിരുന്നു. സ്റ്റാൻഡിൽ നിന്നും കുറച്ച് അകലെയായിരുന്നു അത് പാർക്ക് ചെയ്തിരുന്നത്. അതിനാൽ കുറച്ചു നേരം കാത്തിരിക്കുക അല്ലാതെ വേറെ മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. ഉച്ചവെയിൽ, നല്ല ഉച്ചവെയിൽ. സൂര്യൻ തൻ്റെ ജോലി ആത്മാർത്ഥമായി ചെയ്യുന്ന സമയം. എന്നാലും യാത്രക്കാരായാൽ കാത്തിരിപ്പും ഒരു അനുഭവമാണ്. അതും സന്തോഷിച്ചോടത്തോടെ തന്നെ നമുക്ക് അനുഭവിക്കണം. സ്റ്റാൻഡിലെ തിരക്കും ആളുകളുടെ ഓട്ടപ്പാച്ചിലും കണ്ടിരുന്നു. ചിലർ ബസ് പിടിക്കാൻ ഓടുന്നു, മറ്റു ചിലർ ആരെയും യാത്രയാക്കാൻ വന്നിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കഥ. ഞങ്ങളുടെ ഗ്രൂപ്പും വെറുതെ ഇരുന്നില്ല. പരസ്പരം കളിയാക്കിയും തമാശ പറഞ്ഞും ചിരിച്ചും സമയം പോയത് അറിഞ്ഞതേയില്ല. സത്യത്തിൽ നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ കാത്തിരിപ്പിനും ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ തമാശക്കൂട്ടത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. കാരണം ഞാൻ ക്യാമറയും കൊണ്ട് ഈ വീഡിയോ പിടുത്തത്തിലായിരുന്നു. അങ്ങനെ കുറേശ്ശേരം മനോഹര നിമിഷങ്ങൾ മനസ്സിൽ നിറച്ചുകൊണ്ട് ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിക്കുകയാണ്. ഇനി ലക്ഷ്യം ബോസ്നിയ. ഈ വഴിയിലൂടെയാണ് ഇന്ന് രാവിലെ ഞങ്ങൾ ക്രൊയേഷ്യയിലെത്തിയത്. ഇപ്പോൾ അതേ വഴിയിലൂടെ തന്നെ ഒരു പിടി മനോഹര ഓർമ്മകളുമായി തിരിച്ചു പോവുകയാണ്. റോഡിൻ്റെ ഇരുവശവും പച്ചപ്പ്, അകലെ നീല അഡിയാട്രിക് കടൽ, ഇടയ്ക്കിടെ കാണുന്ന ചെറിയ ഗ്രാമങ്ങൾ യാത്രയെ കൂടുതൽ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്നു. ക്രൊയേഷ്യയെ വീണ്ടും കാണാം എന്ന് പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് മനസ്സിൽ. പക്ഷേ ക്രൊയേഷ്യയോട് വിട പറയാൻ സ്വല്പം മടി. പക്ഷേ ടൂർ മാനേജർ പറഞ്ഞത് കേൾക്കാതിരുന്നാൽ ബസ് ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. അതുകൊണ്ട് ബാഗും ഓർമ്മകളും ഒക്കെ എടുത്ത് യാത്ര ഞങ്ങൾ തുടരുന്നു. അങ്ങനെ ഞങ്ങൾ ക്രൊയേഷ്യയുടെ എക്സിറ്റ് പോയിന്റിലെത്തി. പാസ്പോർട്ട് പരിശോധിച്ച് ഫിംഗർ പ്രിൻറ്റും എടുത്തു. എൻ്റെ വിരലടയാളവും പാസ്പോർട്ടും കണ്ടപ്പോൾ ഓഫീസർക്ക് ഒരുപക്ഷെ തോന്നിക്കാണും, ഇയാൾ ഇത് ഇത്ര രാജ്യങ്ങൾ ചുറ്റിയിട്ടും ഇനി വീട്ടിലിരിക്കാറായില്ലേ. യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സുരക്ഷാ പരിശോധനകൾ വളരെ കൃത്യമാണ് നടക്കുന്നത്. നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ക്രൊയേഷ്യയോട് വിട പറഞ്ഞ് ഞങ്ങൾ ബോസ്നിയയിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇതാണ് ബോസ്നിയയുടെ എൻട്രി പോയിന്റ്. അങ്ങനെ ബോസ്നിയയുടെ എൻട്രി പരിപാടികളും വളരെ എളുപ്പത്തിൽ പൂർത്തിയായി. പാസ്പോർട്ടിൽ പുതിയൊരു മുദ്ര കൂടി പതിഞ്ഞു. അതോടെ ഞങ്ങൾ ഔദ്യോഗികമായി മണ്ണിലേക്ക് കാലെടുത്ത് വെച്ചു. ഓരോ പുതിയ രാജ്യത്തിലും പ്രവേശിക്കുമ്പോഴും മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. കാരണം ഓരോ രാജ്യവും തുറന്നു തരുന്നത് പുതിയ കാഴ്ചകളും പുതിയ കഥകളും പുതിയ അനുഭവങ്ങളുമാണ്. ബാൽക്കൺ മേഖലയിലെ മനോഹരമായ രാജ്യങ്ങളിലൊന്നാണ് ബോസ്നിയ.
ഏകദേശം 35 ലക്ഷം ജനങ്ങളുള്ള ഈ രാജ്യം യൂറോപ്പിൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് സെർബിയയും തെക്ക് മോണ്ടിനെഗ്രോയും വടക്കും പടിഞ്ഞാറൻ ക്രൊയേഷ്യയുമാണ് അതിർത്തികൾ. അഡിയാട്രിക് കടലിന് ഏകദേശം 20 കിലോമീറ്റർ മാത്രം തീരമുണ്ടെങ്കിലും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഈ രാജ്യം വളരെ സമ്പന്നമാണ്. രാജ്യത്തിൻ്റെ തലസ്ഥാനം സരയോവ, അതോടൊപ്പം തന്നെ മോസ്റ്റാർ, ബാൻജോ, ലുക്ക, ടുഗ്ലു തുടങ്ങിയ നഗരങ്ങളും ഏറെ പ്രധാനമുള്ളതാണ്. ഭരണ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ രാജ്യങ്ങളൊന്നായി ബോസ്നിയയെ വിശേഷിപ്പിക്കാറുണ്ട്. 3 പ്രധാന ജനവിഭാഗങ്ങളായ ബോസ്നിയാക്കുകൾ, സെർബുകൾ, കൊയാറ്റുകൾ എന്നിവർ അധികാരം പങ്കിടുന്ന സംവിധാനമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തലവൻ്റെ ചുമതല 3 അംഗങ്ങൾ ചേർന്ന പ്രസിഡന്റാണ് നിർവഹിക്കുന്നത്. ഇവിടുത്തെ ഔദ്യോഗിക കറൻസി ബോസ്നിയയിൽ തന്നെ മാർക്ക് അഥവാ ബാം എന്നാണ് പറയുന്നത്. കാലാവസ്ഥയുടെ കാര്യത്തിൽ ഉൾപ്രദേശങ്ങളിൽ തണുപ്പേറിയ ഭൂഖണ്ഡ കാലാവസ്ഥയും തെക്കൻ ഭാഗങ്ങളിൽ മെഡിറ്ററേനിയൻ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. വിദ്യാഭ്യാസത്തിന് ഇവിടെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സർക്കാർ സർവകലാശാലകളും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മികച്ച നിലവാരം പുലർത്തുന്നുണ്ട് ഇവിടെ. ബോസ്നിയയിലെ ഞങ്ങളുടെ ആദ്യത്തെ സന്ദർശന കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുന്ന ഒരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് ഇത്. വിശാലമായ അങ്കണവും ഇരട്ട ഗോപുരങ്ങളോട് കൂടിയ ഈ മനോഹര ദേവാലയം, ചുറ്റുമുള്ള ശാന്തമായ അന്തരീക്ഷവും ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും മനസ്സിലൊരു പ്രത്യേക അനുഭൂതി സൃഷ്ടിക്കുന്നു. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ആളുകൾ നിശബ്ദമായി നടന്നു നീങ്ങുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് വിശ്വാസത്തിൻ്റെ ശക്തിയാണെന്ന് നമുക്ക് അനുഭവപ്പെടും. മതവിശ്വാസം ഏതായാലും ഈ സ്ഥലത്തിൻ്റെ ശാന്തതയ്ക്കും ആത്മീയതയുമായ അന്തരീക്ഷം ഓരോ സന്ദർശകനെയും ഒരുപോലെ സ്പർശിക്കും. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് തീർത്ഥാടകർ വർഷം തോറും ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിയാൽ അറിയാതെ തന്നെ നമ്മളും പതുക്കെ സംസാരിക്കാൻ തുടങ്ങും. അത്രയ്ക്ക് ശാന്തതയാണ് ഈ അന്തരീക്ഷം. നമ്മുടെ ടൂർ ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരും ഇവിടെ എത്തിയപ്പോൾ സൈലൻറ്റ് മോഡലായിപ്പോയി. ദേവാലയത്തിൻ്റെ ഒരു വശത്തായി വിവിധ ഭാഷകളിലെ പുരോഹിതന്മാർ വിശ്വാസികൾക്ക് ആത്മീയ പ്രഭാഷണവും ധ്യാന നിർദ്ദേശങ്ങളും നൽകുന്നുണ്ടായിരുന്നു. ഓരോ ഗ്രൂപ്പും നിശബ്ദമായിരുന്ന് വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്ന കാഴ്ച മനസ്സിന് വലിയൊരു ശാന്തതയാണ് നൽകിയത്. ആ കൂട്ടത്തിനിടയിൽ ഞങ്ങളെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. ഒരു മലയാളി പുരോഹിതനെയും അവിടെ കാണാൻ കഴിഞ്ഞു. ദേവാലയത്തിൻ്റെ സമീപത്തായി ക്രൂശിതനായ യേശുക്രിസ്തുവിൻ്റെയും വലിയ ഒരു വെങ്കല പ്രതിമയും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രതിമയുടെ സമീപത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നവരും മെഴുകുതിരി തെളിക്കുന്നവരും നിശബ്ദമായി സമയം ചെലവഴിക്കുന്നവരുമായ വിശ്വാസികളുടെ തിരക്ക് എപ്പോഴും കാണാം. ഞങ്ങൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത് ഇപ്പോൾ. ദേവാലയത്തിൻ്റെ മറ്റൊരു ഭാഗത്തെത്തിയപ്പോൾ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങളെ വരവേറ്റത്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് വിശ്വാസികൾ നിശബ്ദമായിരിക്കുന്നു. പ്രധാന വേദിയിൽ നിന്നും മുഖ്യ പുരോഹിതൻ ബോസ്നിയൻ ഭാഷയിൽ പ്രാർത്ഥന നയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഭക്തർ ഒരേ സ്വരത്തിൽ ഏറ്റുചൊല്ലുന്നുണ്ടായിരുന്നു. ഭാഷ മനസ്സിലായില്ലെങ്കിലും അവരുടെ വിശ്വാസവും ഭക്തിയും വ്യക്തമായി അനുഭവിക്കാൻ കഴിഞ്ഞു. മതവും ഭാഷവും രാജ്യവും വ്യത്യസ്തമാണെങ്കിലും പ്രാർത്ഥനയിൽ എല്ലാവരും ഒന്നാകുന്ന ഈ കാഴ്ച ശരിക്കും മനോഹരമാണ്. കുറച്ചു നേരം ഞങ്ങളും ആ ശാന്തമായ അന്തരീക്ഷത്തിൽ ലയിച്ചു നിന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് ഇവിടെ എത്തുന്ന തീർത്ഥാടകർ നിർബന്ധമായും സന്ദർശിക്കാവുന്ന ഒരു പ്രധാന സ്ഥലത്തേക്കാണ്. ക്രൂശിതനായ യേശുക്രിസ്തുവിൻ്റെ ഭീമാകരമായ വെങ്കല പ്രതിമ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അവിടേക്ക് പോകുന്ന ആളുടെ തിരക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല തിരക്ക്. ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയോടെയും ഭക്തിയോടെയും സമീപിക്കുന്ന ഈ പ്രതിമ ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. നമുക്കുമായി വിശുദ്ധമായ സ്ഥലത്തേക്കൊന്ന് നടന്നു ചെല്ലാം. ആ അനുഭവം നമുക്ക് അടുത്തറിയാം. ക്രൂശിതനായ യേശുക്രിസ്തുവിൻ്റെ പ്രതിമയുടെ പാദങ്ങളിൽ ചുംബിച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെ കണ്ടപ്പോൾ അവരുടെ ആത്മവിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ആഴം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭാഷയും രാജ്യവും സംസ്കാരവും വ്യത്യസ്തമായിരിക്കാം, പക്ഷേ വിശ്വാസത്തിൻ്റെ ഭാഷ എല്ലായിടത്തും ഒന്നു തന്നെയല്ലേ. ദേവാലയത്തിലെ മനോഹരമായ നിമിഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ സരോജോവയിലേക്കുള്ള യാത്ര തുടർന്നു. ബോസ്നിയയുടെ ഗ്രാമഭംഗി ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ നിമിഷവും അനുഭവിക്കാം. റോഡിൻ്റെ ഇരുവശവും പരന്നു കിടക്കുന്ന മുന്തിരിത്തോട്ടങ്ങൾ, അകലെ തല ഉയർത്തി നിൽക്കുന്ന മലനിരകൾ, അതിനിടയിലൂടെ കണ്ണാടി പോലെ തെളിഞ്ഞ നീല പച്ച നിറത്തിലൊഴുകുന്ന നദി. പ്രകൃതിയുടെ നിറങ്ങൾ വാരിക്കോരി കൊടുത്തിരിക്കുകയാണ്. ബോസ്നിയയുടെ നദിയുടെ പ്രത്യേകതയാണ് ഈ മരതകപ്പച്ച നിറം. മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ശുദ്ധജലവും ധാതുക്കളുടെ സാന്നിധ്യവും ചേർന്നതാണ് ഈ മനോഹര നിറം രൂപപ്പെടുന്നത്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നതിനാൽ കിലോമീറ്ററുകൾ പിന്നിട്ട് പോയത് പോലും അറിഞ്ഞില്ല. ബോസ്നിയയുടെ പ്രകൃതി സൗന്ദര്യം അത്രയ്ക്ക് മനോഹരമാണ്. തുടരും അടുത്ത എപ്പിസോഡിൽ.